നമസ്കാരം. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ കോൺഗ്രസും പ്രാദേശിക കക്ഷികളും കൈവരിക്കുന്ന അപ്രമാദിത്വം കേന്ദ്ര ഭരണകൂടത്തെയും BJPയെയും അടിയന്തരമായി മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന ചർച്ചകൾ ദേശീയ തലത്തിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ജനപ്രിയ നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹം ഉണ്ടാക്കിയ വൻ ജനതരംഗവും കർണാടകയിലും കേരളത്തിലും കോൺഗ്രസ് കൈവരിച്ച ഭരണാധികാരവും വ്യക്തമാക്കുന്നത് ദക്ഷിണേന്ത്യയിൽ BJPക്കുള്ള സ്വാധീനം വൻതോതിൽ പരിമിതപ്പെടുന്നു എന്നതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾക്ക് പുറമെ ദക്ഷിണേന്ത്യ കൂടി പൂർണ്ണമായും കൈവിട്ടു പോകുന്നത് തടയാൻ കേന്ദ്രത്തിലെ BJP സർക്കാർ ഒരു ആഗോള മാസ്റ്റർ പ്ലാനുമായി വരികയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്താണ് BJP സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്ന ആ മാസ്റ്റർ പ്ലാൻ? ദക്ഷിണേന്ത്യയിലേക്ക് പടരുന്ന കോൺഗ്രസ് പ്രാദേശിക മുന്നേറ്റത്തെ ഒരേ സമയം തളയ്ക്കാനും പ്രതിപക്ഷ ശക്തികളെ മുഴുവൻ താഴെ ഇറക്കാനും കേന്ദ്രം പ്രയോഗിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന പദ്ധതി. മുൻപ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച് ആവശ്യത്തിന് പിന്തുണയില്ലാതെ പരാജയപ്പെട്ട ഈ ഏകീകൃത തെരഞ്ഞെടുപ്പ് രീതി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ സർക്കാരുകളുടെ അടിത്തറ ഇളകാൻ പാകത്തിലാണ് BJP വീണ്ടും സജീവമാക്കുന്നത്. വരാനിരിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച നിർണായക റിപ്പോർട്ടുകളും ഭരണഘടനാ ഭേദഗതി ബില്ലുകളും കേന്ദ്ര സർക്കാർ സമർപ്പിക്കുമെന്നാണ് ഡൽഹിയിലെ രാഷ്ട്രീയ വാർത്താ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളുടെ വിശദമായ റിപ്പോർട്ടുകൾ പ്രകാരം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ട് പ്രധാന ബില്ലുകളാണ് ഒന്നിച്ച് നിയമമാക്കാൻ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒന്ന്, രാജ്യത്തെ പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പൂർണ്ണമായും പുനർനിർണയിക്കുന്ന മണ്ഡല പുനർനിർണയ ബില്ലും. രണ്ടാമത്തത്, രാജ്യത്തുടനീളം ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമാണത്. നിലവിലെ പാർലമെന്റിലെ കണക്കിലെ കളികളും സഖ്യകക്ഷികളുടെ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് ഈ നീക്കത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ BJPക്ക് സാധിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ഈ രണ്ട് നീക്കങ്ങളും യാഥാർത്ഥ്യമായാൽ അത് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത വിധത്തിലുള്ള വലിയ അട്ടിമറികൾക്കും ഭരണഘടനാ പ്രതിസന്ധികൾക്കും കാരണമാകും. ഒന്നാമതായി, മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ ജനസംഖ്യാ നിരക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പാർലമെന്റ് സീറ്റുകൾ വിഭജിക്കുക. ഇത് ജനസംഖ്യാ നിയന്ത്രണം വളരെ വിജയകരമായി നടപ്പിലാക്കിയ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പാർലമെന്റ് സീറ്റുകൾ ഗണ്യമായി കുറയാൻ ഇടയാക്കും. അതേസമയം ജനസംഖ്യ കുത്തനെ കൂടിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ കുത്തനെ കൂടുകയും ചെയ്യും. സ്വാഭാവികമായും കേന്ദ്ര ഭരണത്തിൽ ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ ശബ്ദത്തിന് പ്രാതിനിധ്യവും പാടെ ദുർബലമാകും. രണ്ടാമതായി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതോടെ നിലവിൽ ദക്ഷിണേന്ത്യൻ അധികാരത്തിലുള്ള സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി നിയമപരമായി വെട്ടിച്ചുരുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കേരളത്തിലും അതുപോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും വലിയ ജനവിധി നേടി അധികാരത്തിൽ വന്ന സർക്കാരുകൾക്ക് 5 വർഷത്തെ കാലാവധി തികയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും 2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം വീണ്ടും ഒരു നിയമസഭാ ജനവിധിയെ നേരിടേണ്ടി വരികയും ചെയ്യും. സംസ്ഥാനത്തെ പ്രാദേശിക വിഷയങ്ങളെക്കാളും വികസന നേട്ടങ്ങളെക്കാളും ദേശീയ സുരക്ഷയും പ്രധാനമന്ത്രി മുഖവും വലിയ രീതിയിൽ ചർച്ചയാകുന്ന പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ അത് BJPക്ക് വലിയ രാഷ്ട്രീയ മേൽക്കൈ നൽകുമെന്നതാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. കേരളത്തിലെയും കർണാടകയിലെയും കോൺഗ്രസിനും തമിഴ്നാട്ടിലെ വിജയുടെ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികൾക്കും ഒരേ സമയം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വൻ തുക ചെലവഴിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നത് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യവുമാണ്. കോർപ്പറേറ്റ് ഫണ്ടിങ്ങിലും അന്താരാഷ്ട്ര തലത്തിലുള്ള പരസ്യ പ്രചാരണ സംവിധാനങ്ങളിലും ഏറെ മുന്നിലുള്ള BJPയെ നേരിടാൻ പ്രാദേശിക പാർട്ടികൾക്ക് ഇത് കടുത്ത വെല്ലുവിളിയാണ് ഉണ്ടാക്കുക. പ്രാദേശിക വികാരങ്ങളെയും സംസ്ഥാന സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളെയും ഒരൊറ്റ ദേശീയ തരംഗത്തിൽ മുക്കിക്കളയാൻ ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലൂടെ BJPക്ക് എളുപ്പം സാധിക്കുകയും ചെയ്യും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും പ്രാദേശിക സഖ്യകക്ഷികളും ശക്തി പ്രാപിക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ അണിയറയിൽ ഒരുക്കുന്ന ഈ പ്ലാൻ ഇന്ത്യൻ ഫെഡറലിസത്തിന് മേലുള്ള കടുത്ത കടന്നുകയറ്റമാണ് എന്ന ആക്ഷേപം പ്രതിപക്ഷം ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാധികാരത്തെയും പ്രാദേശിക ജനാധിപത്യത്തെയും പാടെ ഇല്ലാതാക്കി രാജ്യം മുഴുവൻ ഒരൊറ്റ കേന്ദ്രീകൃത ഭരണത്തിന് കീഴിലാക്കാനുള്ള ഫാസിസ്റ്റ് നീക്കമാണ് ഇത് എന്നാണ് അവർ ആരോപിക്കുന്നത്. തമിഴ്നാട്ടിൽ വിജയുടെ വരവോടെ ഉണ്ടായ അപ്രതീക്ഷിത രാഷ്ട്രീയ മാറ്റങ്ങളും കർണാടകയിലെയും കേരളത്തിലെയും കോൺഗ്രസ് ഭരണവും
ദക്ഷിണേന്ത്യയിൽ നൽകുന്ന ആത്മവിശ്വാസത്തെയും ഒത്തൊരുമയെയും തകർക്കാൻ കേന്ദ്ര BJP സർക്കാർ കൊണ്ടുവരുന്ന ഈ മാസ്റ്റർ സ്ട്രോക്ക് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക. വരാനിരിക്കുന്ന പാർലമെന്റിലെ മൺസൂൺ സമ്മേളനത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയുടെ വരാനിരിക്കുന്ന ഭാവി നിർണ്ണയിക്കുന്ന വലിയൊരു ചരിത്രപരമായ രാഷ്ട്രീയ യുദ്ധത്തിനാകും രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താവുന്നതാണ്. കേന്ദ്ര സർക്കാർ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയം എന്നീ ബില്ലുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ആശങ്കകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. 5 വർഷത്തെ കാലാവധി പ്രതീക്ഷിച്ച് അധികാരത്തിലെത്തിയ കേരളത്തിലെ VD സതീശൻ സർക്കാരിന്റെയും കർണാടകയിലെ കോൺഗ്രസ് ഭരണത്തിന്റെയും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും ഭാവി വെറും 3 വർഷമായി ചുരുങ്ങുമോ എന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ്. എന്നാൽ ഇത്തരമൊരു നിയമം രാജ്യത്ത് അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്താകും ഈ നിയമത്തിന്റെ യഥാർത്ഥ ഭാവി? ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നതും നിയമപരമായും രാഷ്ട്രീയപരമായും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടി ഞാനിവിടെ പറയേണ്ടിയിരിക്കുന്നു. അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി പെട്ടെന്ന് ഒരു ദിവസം ഓർഡിനൻസിലൂടെയോ സാധാരണ ഭൂരിപക്ഷത്തിലൂടെയോ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്നതാണ് ഒന്നാമത്തെ യാഥാർത്ഥ്യം. ഇത് നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ വലിയ രീതിയിലുള്ള ഭേദഗതികൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 83 പാർലമെന്റിന്റെ കാലാവധി, ആർട്ടിക്കിൾ 172 അതായത് സംസ്ഥാന നിയമസഭകളുടെ കാലാവധി എന്നിവയുൾപ്പെടെ 5ലധികം സുപ്രധാന ആർട്ടിക്കിളുകൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. ഇതിനായി പാർലമെന്റിലെ ഇരു സഭകളിലും, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിന് ആവശ്യവുമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സഖ്യകക്ഷികളുടെ നിലപാടും ഇവിടെ ഏറെ നിർണായകമാണ്. നിയമപരമായ മറ്റൊരു കടമ്പ ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെന്റിന്റെ അംഗീകാരം മാത്രം പോരാ എന്നുള്ളതാണ്. രാജ്യത്തെ പകുതിയിലധികം സംസ്ഥാന നിയമസഭകൾ ഈ ഭേദഗതിയെ ഔദ്യോഗികമായി അംഗീകരിക്കേണ്ടതുണ്ട്. നിലവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും മറ്റ് പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങളും ഈ നിയമത്തെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. ഫെഡറൽ സംവിധാനത്തിന് മേലുള്ള കടന്നുകയറ്റമായി ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ, അതായത് ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒന്നാണെന്ന് കോടതി വിലയിരുത്തിയാൽ നിയമം പാസ്സായാൽ പോലും അത് റദ്ദാക്കപ്പെട്ടേക്കാം. സാങ്കേതികവും പ്രായോഗികവുമായ വെല്ലുവിളികളും ഇതിന് പിന്നിലുണ്ട്. ഒരേ സമയം രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് പുതിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും, അതായത് EVM-കളും VVPAT മെഷീനുകളും സുരക്ഷാ ജീവനക്കാരെയും ആവശ്യമായിട്ട് വരും. അതായത് ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിനായി മാത്രം ഭീമമായ തുകയാണ് ചെലവഴിക്കേണ്ടി വരിക. കൂടാതെ 2026 അധികാരത്തിൽ വന്ന കേരളം പോലുള്ള സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി 2 വർഷം മുൻപേ റദ്ദാക്കുന്നതിന് വലിയ ജനാധിപത്യ വിരുദ്ധതയായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. ജനവിധി മാനിക്കപ്പെടാത്ത അവസ്ഥ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായേക്കാം. അത് BJPയെ പോലെ ഒരു പാർട്ടിക്കും വലിയ രീതിയിലുള്ള കോട്ടമുണ്ടാക്കും. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും BJP ഈ നീക്കവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതിനായുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് അവർ തുടക്കം കുറിക്കും. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി വെട്ടിച്ചുരുക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായി തെരഞ്ഞെടുപ്പുകൾ ലയിപ്പിക്കുന്ന രീതിയിലേക്ക്, അതായത് ഫേസ് വൈസ് അലൈൻമെന്റ് വഴി കേന്ദ്രം മാറിയേക്കാം. അതായത് ആദ്യഘട്ടത്തിൽ ചില സംസ്ഥാനങ്ങളെയും 2ാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള ബാക്കി സംസ്ഥാനങ്ങളെയും ഒരൊറ്റ കലണ്ടറിലേക്ക് കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ് ഇവിടെ പയറ്റാനുള്ള സാധ്യതയുള്ളത്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 2029 കേരളത്തിൽ ഒരു മുൻകൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകളെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എങ്കിലും അത് എത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കണം. കടുത്ത നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും മറികടന്നാൽ മാത്രമേ കേന്ദ്രത്തിന് ഈ മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ VD സതീശൻ സർക്കാരിന്റെ ആയുസ് വെറും 1000 ദിവസമായി ചുരുങ്ങുമോ അതോ 5 വർഷം തികയ്ക്കുമോ എന്നതിന്റെ കൃത്യമായ ഉത്തരം വരും ദിവസങ്ങളെ പാർലമെന്റ് സമ്മേളനങ്ങളെ, രാഷ്ട്രീയ നീക്കങ്ങളെയും കോടതികളുടെ നിലപാടുകളെയും ആശ്രയിച്ച് മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കമന്റായി രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.